ഇല ഇതൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. നമുക്ക് വാങ്ങിയിട്ട് അകത്തേക്ക് പോകാം. മാർച്ച് മാസത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇറച്ചി, മീൻ, മത്സ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് വിഭവങ്ങൾ തയ്യാറാക്കി ദേവിക്ക് നേദിക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നേർച്ച പോലെ. അപ്പോൾ എന്തായാലും കൊളുന്നു മരിച്ചു അകത്തേക്ക് പോകാം. അങ്ങനെ മണ്ടക്കാട്ടെ ഭഗവതിയെ കണ്ട് പ്രാർത്ഥിച്ച് തിരിച്ചെത്തിയിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മൺകുട്ടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ ദേവി ഇങ്ങനെ ചെറുതായി ഒരു ദേവി എന്നുള്ള സങ്കല്പത്തിൽ നിന്നും ദേവി വളരുന്നു എന്നുള്ളൊരു സങ്കല്പത്തിലേക്കാണ് ആ മൺകുറ്റിൻ്റെ വളർച്ചയെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന് മേൽക്കൂര കുറേ കാലത്തോളം ഇല്ലായിരുന്നു. പക്ഷേ ഒരു ദിവസം ഇവിടുത്തെ പോറ്റിക്കൊരു സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിലൊരു ദർശനമുണ്ടായി. ദേവിയുടെ വളർച്ച കഴിഞ്ഞു, ഇത്രേ വളരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഇതിൻ്റെ മേൽക്കൂര പണിതതെന്നുമാണ് പറയുന്നത്. റൂഫ്, മേൽക്കൂര. അതിനുശേഷമാണ് ശരിക്കും റൂഫ്, അതായത് അപ്പോൾ ഈ മൺകൂന വളർന്നത് അത്രയേ ഉണ്ടാവുള്ളൂ, അതിനപ്പുറത്തേക്ക് ദേവി വളരുന്നില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പോൾ കംപ്ലീറ്റ് ആയ ഒരു ക്ഷേത്രമാണ്. നമുക്ക് ആ മൺകൂന അങ്ങനെ കാണാൻ പറ്റില്ല, മൺപുറ്റ്. അത് ആ ദേവിയുടെ പ്രതിഷ്ഠയുടെ തൊട്ട് പിന്നിലായിട്ടാണ് വരുന്നത്. അങ്ങനെ ശരിക്കും നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ അതൊരു ശരിക്കും ഒരു വലിയൊരു ക്ഷേത്രമായി മാറിക്കഴിഞ്ഞു. വളരെ ഫേമസ് ആണ്, വളരെ പ്രസിദ്ധമാണ്. ഇവിടുത്തെ ഉത്സവ സമയത്തൊന്നും നമ്മൾക്കിവിടെ വന്നാൽ നിൽക്കാൻ അത്രയും പോലും സ്ഥലം ഉണ്ടാവില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കും. പൊങ്കാലയിടലും ഒരുപാട് വിശേഷപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അപ്പോൾ മണ്ടക്കാട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. നിറപറ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ അവതരിപ്പിക്കുന്നത് നിറപറ. സാധാരണ മുളകുപൊടി 2 സ്പൂൺ ഇടുന്നതിന് പകരം നിറപറയുടെ മുളകുപൊടി 1 സ്പൂൺ ഇട്ടാൽ മതി. നല്ല നാടൻ എരിവും